ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ താരൻ പെട്ടെന്ന് മാറാനുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്, പെട്ടെന്ന് നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു തവിയാണ്. അതിനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ, ഒറ്റൊരു ഇൻഗ്രീഡിയനേ ഉള്ളൂ, വെളിച്ചെണ്ണ. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഹെയറിൽ വെളിച്ചെണ്ണ വേണ്ടത് അത്രയും ഉപയോഗിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി വെളിച്ചെണ്ണ ഇട്ടു, അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് രണ്ടാമതും ഇടുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റൗ ഓണാക്കുക. ഗ്യാസ് സ്റ്റൗവോ അടുപ്പോ ഇതിൻ്റെ അകത്തങ്ങ് വെക്കുക. അതിന് ശേഷം ഒരു തവിയിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഇതുപോലെ അതൊന്ന് ചൂടാക്കുക. തിളക്കൊന്നും വേണ്ട, വെളിച്ചെണ്ണ ചൂടായി കിട്ടിയാൽ മതി. പിന്നെ തിളച്ചിട്ടുണ്ട്, പിന്നെ അതാദ്യം കുറച്ച് തണിയാൻ വെക്കണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. നമുക്കിപ്പോൾ കൈ വെച്ച് ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു ചൂട്, അതായത് നല്ലോണം പൊള്ളിയാൽ കൈ കൊണ്ട് നമുക്ക് തടാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇത് ഡയറക്റ്റ് തലയോട്ടിലൊന്നും ഒഴിച്ചേക്കരുത്. ചൂടുണ്ട്, കൈ കൊണ്ട് തൊടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തലയിൽ നേരിട്ട് ഒഴിക്കാമെന്ന് വിചാരിക്കരുത്. തല പൊള്ളി പാളീസാവും. എനിക്കൊരിക്കൽ അനുഭവം പറ്റിയെന്ന്. എനിക്ക് കയ്യിൽ എനിക്ക് അത്ര ചൂട്, എന്താ പറയണ്ടേ, ചൂടുള്ള സാധനം എനിക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല. എൻ്റെ കൈയിൻ്റെ തൊലി നേരിയതാണ്. അപ്പം ഞാനെന്ത് ചെയ്ത്, കൈ കൊണ്ട് തൊടാൻ പറ്റാത്തതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ തലയിൽ 2 ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് എൻ്റെ തല പൊള്ളിയിരുന്നു. ആ മണ്ടത്തരമൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്കൊരാൾ പറഞ്ഞു തന്ന ട്രിക്കായിരുന്നു, പക്ഷേ എങ്കിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ബ്യൂട്ടി പാർലറിലെ ആൾക്കാർക്കെല്ലാം ഒരുവിധമെല്ലാം അറിയായിരിക്കും, അവർ കോമൺ ആയിട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, എണ്ണ ഒന്ന് തിളച്ച് പോയിനി. അതുകൊണ്ടിപ്പോൾ എനിക്കൊന്ന് ചെറിയ ജസ്റ്റ് ഒന്ന് തൊടാൻ പറ്റിയ പാകത്തിൽ ഒന്ന് തണുക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ കൈ കൊണ്ട് അങ്ങനെ തൊടാൻ പറ്റില്ല, കൈ ഭയങ്കര നേരിയ തോലാണ്. അപ്പം ഇതാ നമുക്ക് ഇങ്ങനെയല്ല തൊടേണ്ടത്, ഒരു വിരലുകൊണ്ട് തൊട്ടാൽ പോരാ. എനിക്ക് നന്നായി പൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു 3 വിരൽ ഡിപ്പ് ചെയ്തിട്ട് അത് നമ്മളിപ്പോൾ മുടി സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതായത് തലയോട്ടി കാണണം, സെപ്പറേറ്റ് ചെയ്ത് ആ ഗ്യാപ്പിൽ വേണം ഡയറക്റ്റ് തൊടാൻ. വിരൽ തൊട്ടിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അവിടെ ആ ചൂടോടെ തടിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 3 വട്ടം ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി അവിടെ. പക്ഷേ ഇങ്ങനെ മുടി മാറ്റി മാറ്റി ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഇത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ മുടി മാറ്റി മാറ്റി നിങ്ങൾക്ക് എവിടെയാണ് താരനുള്ള ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നല്ലത്. എനിക്കിത് ആ ഏരിയയിലാണ് എനിക്ക് താരൻ അധികം ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എനിക്ക് അവിടെയാണ് താരൻ ഉള്ളൂ ശരിക്കും, ഫ്രണ്ടിലൊന്നും അങ്ങനെ താരനില്ല. അപ്പോൾ കണ്ട ഇങ്ങനെ എവിടെയാണോ ഉള്ളത് അങ്ങനെ മുടി മാറ്റിയതിന് ശേഷം നല്ലോണം ഇങ്ങനെ വരക്കുക. അപ്പോൾ നമ്മൾ ഇത് ഫുൾ തേക്കുമ്പോഴൊക്കെ എണ്ണ അതിൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുക. ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകണ്ടിക്കില്ല, അല്ല താരൻ എവിടെയെങ്കിലും ഫംഗ്ഷനെല്ലാം പോകുമ്പോൾ താരൻ ഇങ്ങനെ പുറത്തേക്ക് കാണുന്നത് ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുന്നൊരു ഹോം റെമഡിയാണ് കേട്ടോ ഇത്. വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, വീട്ടിലുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ പിന്നെ കണ്ടോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. എന്താ പറയണ്ട, കുറച്ച് സമയം റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് താരം പോകും. എന്നിട്ട് നമ്മൾ ഷാമ്പോ, പിന്നെ എന്താ പറയണ്ടേ, മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യുന്നത് നല്ലത്. ഷാമ്പു അല്ലെങ്കിൽ താളിയോ, വെളിയിലെ താളി ഉണ്ടാവും, ചെണ്ടത്താളി ഉണ്ടാവും, അങ്ങനെ യൂസ് ചെയ്തിട്ട് ആ എണ്ണമയം ഒന്ന് പോകണം. കാരണം എണ്ണ പറ്റി പിടിക്കുമ്പോഴാണ് താരൻ ഉണ്ടാവുക. എണ്ണ പറ്റി പിടിക്കുമ്പോൾ അല്ല, എണ്ണ നമ്മളെ സ്കാൽപ്പിലുണ്ടായി അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പൊടിയൊക്കെ വന്ന് പറ്റി പിടിക്കുമ്പോഴാണ് അത് താരനായിട്ട് മാറുന്നത്. അപ്പോൾ കണ്ടോ ഇങ്ങനെയൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ അധികം മസാജ് ചെയ്യാറില്ല, കാരണം എന്ന് വെച്ചാൽ എൻ്റെ മുടിക്ക് അധികം മസാജ് ചെയ്താൽ മുടി കൊഴിച്ചിലുണ്ടാവും. പൊതുവെ മസാജ് ചെയ്താലാണ് മുടി വളരുക എന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് ഞാൻ അധികം ഒരുപാട് സമയമൊന്നും ഇട്ടിട്ട് മസാജ് ചെയ്യില്ല. അപ്പോൾ ഒരു എന്താ പറയുക, 1/4 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾക്ക് കുളിക്കാൻ പറ്റും. ഞാൻ കുളിച്ച്, ഞാൻ നല്ല കോട്ടൻ്റെ തുണി വെച്ചിട്ടാണ് തല തോർത്താറ്. എനിക്ക് എന്താ പറയണ്ടേ, ലൈറ്റ് സാധാരണ തോർത്തൊന്നും ഉപയോഗിച്ചാൽ എനിക്ക് ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ നല്ല കോട്ടൻ്റെ തുണിയാണ് ഉപയോഗിച്ചത്. ഇതിപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു തൂവാല, കാണാൻ ഒരു വൃത്തിക്ക് വേണ്ടി ഒരു തൂവാല എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തല അമർത്തി വരച്ചിട്ട് തോർത്താനൊന്നും പാടില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നതാണ്. ജസ്റ്റ് എനിക്ക് തണുപ്പ് തൊണ്ടവേദന ഉള്ളതുകൊണ്ട് മൂർത്തി ഒന്ന് തുടച്ചെടുക്കുന്നതാണ്. പിന്നെ 2 സൈഡ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുന്നത്, ഇങ്ങനെ ആക്കിയെടുക്കുന്നേ ഉള്ളൂ. നന്നായിട്ട് അമർത്തി വരക്കാനൊന്നും പാടില്ല, ഞാൻ ജസ്റ്റ് തൊടുന്നേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ഹോം റെമഡിയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.